നമസ്കാരം. വീണ്ടും കേരളത്തിൽ പിണറായി സർക്കാർ തന്നെ അധികാരത്തിലെത്തുമോ? താമരയെ പൂർണ്ണമായും അരിഞ്ഞു കളയാൻ അരിവാൾ ചുറ്റികയ്ക്ക് ഇന്ന് ശേഷിയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നുപോയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ചുവപ്പും പച്ചയും കലർന്ന രാഷ്ട്രീയ ഭൂപടത്തിൽ താമര ഒരു അക്കൗണ്ട് തുറന്നു. തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ മിന്നുന്ന വിജയം കേവലം ഒരു MP സീറ്റിനപ്പുറം കേരളത്തിലെ BJPയുടെ വളർച്ചയെയും ഭാവി രാഷ്ട്രീയ സാധ്യതകളെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിന് ഭരണ തുടർച്ച നൽകിയതിൽ പ്രകൃതി ദുരന്തങ്ങളെയും കോവിഡ് മഹാമാരിയെയും നേരിടുന്നതിൽ ഇടതുപക്ഷം കാണിച്ച മികവ് ഒരു പ്രധാന ഘടകമായിരുന്നുവെന്ന് പൊതുവെ വിലയിരുത്തുമ്പോഴും ഒരു യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നുണ്ട്. കേരളത്തിലെ BJPയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായ കുത്തനെയുള്ള വർധനവാണത്. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം കേരളത്തിലും BJPയുടെ വോട്ടുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നത് ഒരു നിഷേധിക്കാനാകാത്ത സത്യമാണ്. ഈ വർധനവ് തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയതും. BJPയുടെ വോട്ട് വളർച്ചയും കണക്കുകളും നോക്കുകയാണെങ്കിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15.64% BJPയുടെ വോട്ട് വിഹിതം. 2024 19.39% ഉയർന്നു. ഇത് ഏകദേശം 4% വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലും BJP വളരുന്ന ഒരു ശക്തിയാണ് എന്ന് തന്നെയാണ്. എന്നാൽ ഈ വളർച്ച ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിച്ചത് കോൺഗ്രസിനെയാണെന്നതും ശ്രദ്ധേയമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ BJP വിജയം നേടിയത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ്. ഇവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത്. തൃശൂരിൽ ഇരട്ട വോട്ട് ആരോപണങ്ങൾ ഉയർന്നുണ്ടെങ്കിലും കള്ളവോട്ടുകൾ കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് വിലയിരുത്താനാകില്ലല്ലോ. കള്ളവോട്ടുകൾ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അത് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകാൻ മാത്രം പര്യാപ്തമല്ലെന്ന് നമുക്ക് വ്യക്തമാണ്. കള്ളവോട്ട് ആരോപണങ്ങൾ ഉയർത്തി കാവ്യ രാഷ്ട്രീയത്തിനെതിരെ പ്രതിരോധം തീർക്കാതിരുന്നാൽ അത് ആത്യന്തികമായി 2026 BJPക്ക് ഗുണം ചെയ്യുമെന്ന യാഥാർത്ഥ്യം BJPയുടെ രാഷ്ട്രീയ എതിരാളികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളും BJPയുടെ തന്ത്രങ്ങളും ഇവിടെ പ്രസക്തമാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ ആകെ ജനസംഖ്യയുടെ 45% വരുന്നതാണ്. ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തേക്കാൾ, അതായത് 2011 സെൻസസ് പ്രകാരം 54.72% 9.7% മാത്രമാണ് ഇത് കുറവ് വന്നിട്ടുള്ളത്. BJPയുടെ ലവ് ജിഹാദിനെതിരായ പോരാട്ടത്തെ നിരവധി ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അഭിനന്ദിക്കുകയും പരോക്ഷമായി പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുമുണ്ട്. മണിപ്പൂർ ആക്രമണത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ മൗനം കേരളത്തിലെ ക്രിസ്ത്യൻ ജനതയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടെങ്കിലും ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ BJP ഇപ്പോഴും ലവ് ജിഹാദ് തന്നെ ആയുധമാക്കിയിട്ടുണ്ട്. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിയായ സോന എൽദോസ് ആത്മഹത്യ ചെയ്ത കേസിൽ ലവ് ജിഹാദ് സംഘപരിവാറും BJPയും രാഷ്ട്രീയ അജണ്ടയായി ഉയർത്തിക്കാട്ടിയത് ഇതിന്റെ ഭാഗമാണ്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ തിരിച്ചടി ഒഴിവാക്കാൻ കൂടിയാണ് കോതമംഗലത്തെ സംഭവം BJP ഒരു പിടിവള്ളിയാക്കിയത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ജാമ്യത്തിലിറക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിരന്തരം ഇടപെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രത്യേക സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതും കേരളത്തിലെ തിരിച്ചടി ഭയന്ന് തന്നെയാണ്. ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം ക്രൈസ്തവ വിഭാഗത്തെയും ഒപ്പം നിർത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ച വോട്ടുകൾ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കില്ലെന്ന് RSS നേതൃത്വത്തിനും കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകളിൽ നിന്നു തന്നെ എതിർപ്പുണ്ടായിരുന്നിട്ടും കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ RSS നേതൃത്വം മൗനം പാലിച്ചത്. കേരളത്തിൽ തീവ്ര ഹിന്ദുത്വവാദം ഉപേക്ഷിച്ച് നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിക്കണമെന്ന K സുരേന്ദ്രന്റെ നിലപാടിന് കേന്ദ്ര നേതൃത്വത്തിന്റെയും പിന്തുണയുണ്ട്. 2026 കേരള ഭരണം പിടിക്കുമെന്നത് അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും 2031 യഥാർത്ഥത്തിൽ അവർ അതിന് ലക്ഷ്യമിട്ടത്. സിറോ മലബാർ സമുദായം പോലുള്ള ഏറ്റവും പ്രമുഖവും ശക്തവുമായ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുടെ ആസ്ഥാനമായ തൃശൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉറപ്പുവരുത്തണമെന്നാണ് നിലവിൽ BJP ശ്രമിക്കുന്നത്. K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെ ജനവിധി നേടുമെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നായി 10 സീറ്റുകളിലെ വിജയമാണ് BJP ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2026 തൂക്കു മന്ത്രിസഭ വരുമെന്നും അതോടെ കാര്യങ്ങൾ BJPയുടെ നിയന്ത്രണത്തിലാകുമെന്നാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. BJP നയിക്കുന്ന NDAയിൽ BDJS പ്രധാന ഘടകകക്ഷിയാണെങ്കിലും കാര്യമായ ഒരു സ്വാധീനവും ആ പാർട്ടിക്ക് നിലവിൽ കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ NDA വോട്ട് ബാങ്ക് എന്നാൽ അത് BJP വോട്ട് ബാങ്കായി തന്നെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ BJPയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം കാര്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കേരളത്തിലെ ജനങ്ങൾ സമീപിക്കുന്നത് 2 രീതിയിലാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ പിണറായി സർക്കാരിന് ഒരിക്കലും ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി
കാലമായി കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ UDFനെ പിന്തുണച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെയും തീരദേശ മേഖലകളിലെയും ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നടക്കം അവർ വോട്ടുകൾ നേടിക്കഴിഞ്ഞു. ഇത് കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ താഴെയിറക്കി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കണ്ടു നൽകിയ വോട്ട് തന്നെയാണ്. മോദിയെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾ ആലപ്പുഴ, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങൾ BJPക്ക് വോട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ OBC ഈഴവ സമുദായത്തിലാണ് ഈ കടന്നുകയറ്റം വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത്. UDFന് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടർമാരുടെ ഏകീകരണവും ഇടതുപക്ഷത്തിന്റെ പ്രധാന വോട്ട് ബാങ്കായ ഈഴവ വോട്ട് ബാങ്കിലെ വിള്ളലുമാണ് ഇടതുപക്ഷത്തെ ഒറ്റ സീറ്റിൽ ഒതുക്കിയിരിക്കുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ആനുകൂല്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചില്ലെങ്കിൽ മൂന്നാമതും കേരളം ഇടതുപക്ഷം തന്നെ ഭരിക്കാനാണ് സാധ്യതയുള്ളത്. കേന്ദ്രത്തിൽ BJPയെ ചെറുക്കാൻ പ്രധാന എതിരാളി കോൺഗ്രസ് ആണെന്ന് കരുതുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിൽ ആ സ്ഥാനത്ത് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPMനെയാണ് നോക്കിക്കാണുന്നത്. സംഘപരിവാറിനെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായി അവരുടെ പ്രധാന ശത്രുവായ കമ്മ്യൂണിസ്റ്റുകാർ ശക്തമായതുകൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള നാടുകൂടിയാണ് കേരളം. നിയമസഭയിൽ BJPക്ക് ഉണ്ടായിരുന്ന അക്കൗണ്ട് ഇടതുപക്ഷം പൂട്ടിച്ചപ്പോൾ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് പുതിയ അക്കൗണ്ട് BJPക്ക് വേണ്ടി സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണെന്ന പ്രചരണം ഇടതുപക്ഷത്തിന് ഊർജ്ജം പകരുന്നതാണ്. ഈഴവ വോട്ട് ബാങ്കുകൾ ഉറപ്പിച്ചു നിർത്താനും മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തിരിച്ചുപിടിക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കും. BJP RSS വിരോധം ആളിക്കത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSSനെ പുകഴ്ത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രിക്കെതിരെ നാവുയർത്താൻ ഭയപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി രംഗത്ത് വന്നത് പരമ്പരാഗത UDF വോട്ട് ബാങ്കിനെ പോലും ഉലയ്ക്കുന്ന നടപടിയാണ്. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ RSSനെ വെള്ളപൂശാൻ പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ VD സവർക്കറെ പ്രതിഷ്ഠിച്ചതിനെയും പ്രസ്താവനയിൽ മുഖ്യമന്ത്രി ശക്തമായി വിമർശിച്ചിരുന്നു. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട VD സവർക്കർക്കും സ്വാതന്ത്ര്യത്തിന്റെ പിതൃത്വം ചാർത്തി കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണെന്നാണ് പിണറായി തുറന്നടിച്ചത്. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കുന്നതാണെന്നും ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും RSSനെ പോലെ വിഭജന രാഷ്ട്രീയത്തിന്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനകളെ വെള്ളപൂശാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രാദേശിക മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും മാത്രമല്ല സൈബർ ഇടങ്ങളിലും പിണറായിയുടെ ഈ വിമർശനം കത്തിപ്പടരുമ്പോൾ കേരളത്തിൽ സംഘപരിവാറിനെതിരായ പുതിയ പോർമുഖം കൂടിയാണ് ഇടതുപക്ഷം തുറന്നിരിക്കുന്നത്. CPM BJP നേർക്കുനേർ പോരാട്ടം മതന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ കൂടാരത്തിലെത്തിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്വപ്നം കൂടിയാണ് തകർന്നടിയുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എങ്ങനെയാണ് പ്രകടനം നടത്തേണ്ടത് എന്നുകൂടി പറയാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ BJPക്ക് ചില നിർണായക മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതര മുഖം ശക്തിപ്പെടുത്തുക എന്നതാണ് അതിൽ ആദ്യത്തേത്. തീവ്ര ഹിന്ദുത്വ നിലപാടുകളിൽ നിന്ന് മാറി കേരളത്തിലെ ബഹുസ്വര സമൂഹത്തിന് സ്വീകാര്യമായ ഒരു മതേതര മുഖം അവതരിപ്പിക്കാൻ BJPക്ക് സാധിക്കണം. ഇത് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ അവരെ സഹായിക്കും. രണ്ടാമത്തേത് പ്രാദേശിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ദേശീയ വിഷയങ്ങൾക്കപ്പുറം കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രാദേശിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് വോട്ടർമാരുടെ വിശ്വാസം നേടാൻ സഹായിക്കും. ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതാണ് അടുത്ത പോംവഴി. തൃശൂരിൽ നേടിയ വിജയം ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു പരിധിവരെ സ്വാധീനം ചെലുത്തിയെന്ന് വ്യക്തമാണ്. ഈ സ്വാധീനം മറ്റ് മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പ്രത്യേക തന്ത്രങ്ങൾ തന്നെ ആവിഷ്കരിക്കണം. ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ഒരു പരിധിവരെ സഹായകരമാണെങ്കിലും മണിപ്പൂർ പോലുള്ള വിഷയങ്ങളിലെ നിലപാടുകൾ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നില്ലെന്ന് ഉറപ്പാക്കണം. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നതാണ് അടുത്ത വഴി. താഴെത്തട്ടിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുകയും കൂടുതൽ സാധാരണക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് വിശ്വസനീയമായ പ്രാദേശിക നേതൃത്വം വരണം എന്നതാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ ഒരു വശത്ത്, അതേസമയം കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ശക്തമായ പ്രാദേശിക നേതാക്കളെ വളർത്തിയെടുക്കേണ്ടതും BJPയുടെ വിജയത്തിന് നിർണായകമാണ്. വോട്ടുകൾ ചോരുന്നത് തടയുക എന്നതാണ് അടുത്ത വഴി. മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വരുന്ന വോട്ടുകൾ നിലനിർത്താനും പാർട്ടിക്ക് ദോഷകരമാകുന്ന രീതിയിൽ വോട്ടുകൾ ചോരുന്നത് തടയാനും ഇവർക്ക് സാധിക്കണം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ നിർണായക ഘട്ടമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷവും UDFും തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കാനും പുതിയ വോട്ടുകൾ നേടാനും ശ്രമിക്കുമ്പോൾ BJP കേരളത്തിൽ തങ്ങളുടെ നില ശക്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. ഈ മൂന്ന് മുന്നണികളുടെയും തന്ത്രങ്ങളും പ്രകടനങ്ങളും 2026 കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്.